താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേൾഡ് ക്രിസ്ത്യൻ പ്രയർ ലൈനിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പലർക്കും ഹോംവർക്ക് പല ലൈനിലോടും കൊടുത്തിട്ടുണ്ട്. ആരും ഒന്നും ഒന്ന് വായിച്ചിട്ട് പോലും വരാറില്ല. അവർ ചോദിച്ചില്ല. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർത്ത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആദ്യം തന്നെ നിങ്ങൾ ആരാണെന്ന് അറിയുക. ആദ്യം തന്നെ നിങ്ങൾ ആരാ? എല്ലാവരും ഒന്ന് പറഞ്ഞു. ആരെങ്കിലും ഒന്ന് 2-3 പേര് പറഞ്ഞു നിങ്ങൾ ആരാ? പെന്തക്കോസ്തുകാരാണോ? നിങ്ങൾ യാക്കോബക്കാരാണോ? മർത്തോമക്കാരാണോ? നിങ്ങൾ ആരാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ? എല്ലാരും ദൈവവൈതാലെന്ന് പറയാനൊക്കെ അറിയാം. അതിന്റെ അർത്ഥം എന്തോ? ദൈവം തന്റെ സാദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിച്ചു. അവന്റെ ശക്തിയും അധികാരവും അഭിഷേകവും നൽകി ഭൂമി വാഴുവാനാക്കിയിരിക്കുന്നു. ഓക്കെ, അത് അനു പറഞ്ഞു. ഇനി നിങ്ങൾ വേറെ ആരെങ്കിലും പറഞ്ഞാട്ടെ, നിങ്ങൾ ആരാ? ഞാനെന്ന് പറയട്ടെ. പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. ഓക്കെ, പിന്നെ അതെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. വേറെ അല്ലാതെ പുരോഹിതവർഗമാണ്. പിന്നെ ക്രിസ്തുവിൽ ആദ്യജാതന്മാരാണ്. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. എത്ര കാലം പെന്തക്കോസ്ത് വന്നിട്ട്? ഞാൻ അനുവിനോട് ചോദിച്ചു, എത്ര കാലമായി പെന്തക്കോസ്ത് വന്നിട്ട്? എന്നെ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞങ്ങള് ഒരു 8-9 മാസമായി. നിങ്ങള് സാധാരണ മനുഷ്യരല്ല. ഇതിനകത്തിരിക്കുന്നവരാരും നിങ്ങൾ ആരും സാധാരണ മനുഷ്യരല്ല. നിങ്ങൾ കർത്താവിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. കർത്താവിന് പകരക്കാരാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ രാജാക്കന്മാരാണ്, പുരോഹിതന്മാരാണ്. ആരാണ്? ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് തന്നിരിക്കുന്നത്. നിങ്ങളിലാണ് ദൈവരാജ്യം ഉള്ളത്. നിങ്ങളിൽ വസിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനെക്കാട്ടിൽ വലിയവനാണോ? ആണോ അല്ലയോ? ആരെങ്കിലും പറഞ്ഞാന്നോ? നിങ്ങളിൽ പകർന്നിരിക്കുന്ന ശക്തിയുടെ വലിപ്പം എത്രയാണ്? എന്തുമാത്രം ശക്തിയുണ്ട്? അളവറ്റ വലിപ്പം. അതിന്റെ വലിപ്പം ഇവിടെ ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എത്രയും വലിപ്പമുണ്ട്? മരിച്ചവനായ ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ശക്തിയാണ് നിങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്നത്. ആണോ അല്ലയോ? എന്നിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ടോ? ആരുപയോഗിക്കുന്നുണ്ട്? എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയെ നിങ്ങൾ തെളിയിക്കണം. അത് വേണ്ട ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്തിനാ പിന്നെ തന്നേക്കുന്നത്? എന്തിനാ? നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരായിട്ട് മാറണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിത്യതയും നമുക്ക് പോകാൻ പറ്റത്തില്ല സഹോദരങ്ങളെ. അത്രയും കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ യേശുവിനെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിത്യതയിൽ ചെല്ലാൻ പറ്റത്തില്ല. അതൊന്ന് വായിച്ചോ. യോഹന്നാൻ 3:36 വായിച്ചു. 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആരാ നടക്കും? വിശ്വസിക്കുന്നവരാൽ. നിങ്ങൾ വിശ്വസിക്കുന്നവരല്ലയോ? കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലയോ? സത്യം സത്യമായിട്ടും പറഞ്ഞോ? എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് വിരോധമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണമെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്, ബൈബിളിൽ പറഞ്ഞേക്കുന്നത്? നിങ്ങൾക്ക് പറഞ്ഞേ. പ്രശ്നത്തെ വിശ്വാസത്തിൽ ഉറക്കണം. വിശ്വാസത്തിൽ അവിടെ നിന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പോരാടി പ്രാർത്ഥിക്കണം. പ്രശ്നത്തെ ശാസിക്കണം.
പ്രശ്നത്തോട് മാറിപ്പോകാൻ പറയണം. ഓക്കെ. ഇപ്പം ഗവൺമെന്റ് നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഗവൺമെന്റിന്റെ മേളിലാണോ ഗവൺമെന്റിന്റെ താഴെയാണോ? ഇനി പറഞ്ഞേ. താഴെ ആര് പറഞ്ഞു? നമ്മൾ അങ്ങനെയല്ലേ നടക്കുന്നത്. രാജ്യമാണോ മറ്റു വലുത്, നടപ്പങ്ങനെ. നിങ്ങളാണോ വലുത്? നിങ്ങൾ രാജ്യത്തിന്റെ പുത്രന്മാരാണ്. ആണോ? ദൈവരാജ്യമാണോ വലുത്, ഈ ലോകത്തിന്റെ രാജ്യമാണോ വലുത്? രാജ്യം ആ? വലുത്. ആരാ വലുത്? നമ്മുടെ അടിയിലാണ് ഈ ലോകത്തിലെ രാജ്യം. ഈ നമ്മളെ ലോകത്തിലുള്ള സകലതും നമ്മുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്. അതിനെ കൈകാര്യം ചെയ്യേണ്ട ജോലി നമ്മുടേതാണ്. അമ്മേ സകലത്തെയും വാഴുവാൻ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, പിന്നെ ആരുപയോഗിക്കും? ഇപ്പം ഗവൺമെന്റ് എന്ത് നിയമം എടുത്തോട്ടെ, അതിന്റെ മേലിൽ ഓവർ റൈഡ് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടോ ഇല്ലയോ? ഉണ്ട്. അതാരാ ഉപയോഗിക്കേണ്ടത്? നമ്മൾ തന്നെ ഉപയോഗിക്കണം. എസ്തേറിന്റെ പുസ്തകത്തിൽ അതിനെ ഗവൺമെന്റിന്റെ മേലിൽ ഓവർ റൈഡ് ചെയ്തില്ലയോ? ശരി. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് നോക്കിയാണ് നിൽക്കുന്നത്? എന്താണ് ഈ പ്രാർത്ഥിച്ച് കൂട്ടി വെക്കുന്നത്? ആർക്ക് പ്രയോജനം വരാൻ വേണ്ടിയാ? നിങ്ങൾ ചിന്തിക്കുക. ഞാൻ നിങ്ങളെ വഴക്ക് പറയുമല്ല, നിങ്ങളെ ഒന്ന് ശരിയാക്കി എടുക്കാനാ ശ്രമിക്കുന്നത് മുഴുവനും. നിങ്ങളെല്ലാം ശക്തരായിട്ട് മാറണം. ആരായിട്ട് മാറണം? ശക്തരായി. നിങ്ങൾ ആരും നിസ്സാരക്കാരല്ല. നിങ്ങൾക്കെതിരായി വരുന്ന എല്ലാത്തിനെയും നിങ്ങൾ ഓവർകം ചെയ്യണം. അതിനുള്ള പവർ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. ഉദാഹരണത്തിന് മുമ്പേ പറഞ്ഞ എല്ലാ സ്റ്റേറ്റിലും പ്രശ്നം ഉണ്ടാക്കി, അത് കോർട്ടിൽ പോവാണെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ കോർട്ട് ആരുടേതാ? നമ്മുടെ ദൈവത്തിന്റെ കോടതിയാണോ അതോ ഈ ലോകത്തിന്റെ കോടതിയാണോ? സ്വർഗീയ കോടതി. സ്വർഗീയ കോടതി നിങ്ങളെ ഞാൻ പഠിപ്പിച്ചില്ലയോ? പഠിപ്പിച്ചു. അപ്പൊ കോടതിയില് നിങ്ങളല്ലേ ജയിക്കേണ്ടത് അതോ അവരാണോ ജയിക്കേണ്ടത്? നമ്മളെ ജയിക്കണം. നമ്മളാ ജയിക്കുന്നത്. പിന്നെ നമ്മൾ തോറ്റ അതേ പറഞ്ഞുകൊണ്ടിരുന്നാലോ? കർത്താവെ നീ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലോ? നിങ്ങൾ നീട്ടി പിടിച്ച് പ്രാർത്ഥിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ്. നിങ്ങൾ ഷോർട്ടായിട്ട് സ്മൂത്തായിട്ട് വളരെ ആലോചിച്ച് ഒരു വിഷയം കിട്ടിയാൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആദ്യം ആലോചിക്കണം. എന്ത് ചെയ്യണം? നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഓഫീസിൽ ചെല്ലുന്നുടനെ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ഒരാളെ കൂട്ടിക്കൊണ്ട് പോയ പരിചയമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഉണ്ട്. എന്തിനാ? ഉണ്ട്. എനിക്ക് ശരിയായി പറയാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലേ വേറെ ആളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതെ. അപ്പം ശരിയായിട്ട് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് വായി തോന്നുന്നതെല്ലാം പറയും. ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെന്നിട്ട് ഗവൺമെന്റിന്റെ നിയമങ്ങൾ മുഴുവൻ പഠിപ്പിക്കുമോ? അപ്പൊ ചോദിക്കും, നീ എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നാണെന്ന് ചോദിക്കും. അല്ല, ചോദിക്കത്തില്ലയോ? ഉദാഹരണത്തിന് ഇന്ന് പറഞ്ഞ കേസ് എങ്ങനെയാണ് ഞാനിപ്പം ഡു നോട്ട് ലിമിറ്റ് ഗോഡ് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം നിന്നിലാണ് വസിക്കുന്നത്. സർവശക്തൻ എന്നിലാണ് പറഞ്ഞ, സർവശക്തനായ ദൈവം എന്നിലാണ് വസിക്കുന്നത്. സർവശക്തനായ ദൈവം എന്നിലാണ് വസിക്കുന്നത്. അപ്പം സർവശക്തൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ നാവ് വേണം? നമ്മുടെ നാവ് വേണം. അപ്പം ജ്ഞാന വിവേകത്തോടെ പറയേണ്ട ജോലി ആരുടേതാ? നമ്മുടെ ജോലിയാണ്. നിങ്ങൾ ഒരു വാക്യോടെ വായിച്ചാണ് ലൂക്കോസിന്റെ സുവിശേഷം 10:16 വായിച്ചു. ലൂക്കോസ് 10:16. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. അർത്ഥം എന്താണ്? എന്ന് പറഞ്ഞേ, അതിന്റെ അർത്ഥം എന്താ അഭിപ്രായരെ? അഭിപ്രായം അതിന്റെ ശബ്ദം കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്താട്ടെ. നമ്മള് ദൈവത്തിന്റെ സ്ഥാനാപതികളാ. അപ്പൊ നമ്മൾ പറയുന്ന പോലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും, നമുക്ക് ജയം തരുകയും ചെയ്യും. ഒന്നുകൂടെ ഒന്ന് വായിച്ചു. അത് വായിച്ചിട്ട് പറഞ്ഞേ. ഞാൻ എടുത്തിട്ട് വായി. ലൂക്കോസ് 10:16. എനിക്ക് അഭിപ്രായത്തിന്റെ മേലിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. അഭിപ്രായത്തിന്റെ ഭയങ്കര കഴിവുണ്ട്. പക്ഷെ ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല.
ഇതൊന്ന് ഉപയോഗിച്ച് കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ ഐ ബ്രദർ ആരായി മാറിയെന്നറിയാം, ഒരു വലിയ വില്ലാളിയായിട്ട് മാറിയനുമായിരുന്നു. ആമേൻ. Praise ഭയങ്കര God. കഴിവുള്ള ഒരു മനുഷ്യനാ. Yes. ഒതുക്കിയിട്ട് കിടക്കുക. വായിച്ചേ. നിങ്ങളുടെ അതെ. എന്റെ പേരിന് അറ്റം കർത്താവിന്റെ ആസന്നയിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ എന്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ ലൂക്കോസ് 10:16. The one who listens to you listens to me, ആ. and the one who rejects you rejects me, and he who rejects me rejects the one who sent me. വാട്ട് ഇസ് ദാറ്റ് മീനിങ്? അപ്പൊ നമ്മളെ കേൾക്കുന്നവർ ദൈവത്തെ കേൾക്കുന്നു, നമ്മളെ കേൾക്കാത്തവൻ ദൈവത്തെ കേൾക്കുന്നില്ല. അപ്പൊ ഐ ബ്രദർ ഒരു വാക്ക് പറഞ്ഞ ആളുടെ വാക്കായിട്ട് മാറുമ്പോ പറഞ്ഞേക്കുന്നേ. അപ്പൊ ആ അധികാരം നമുക്ക് ദൈവം തന്നിരിക്കുക. അപ്പൊ ആരാ തന്നേക്കുന്നത്? മോനച്ചൻ മാസ്റ്ററാണോ ദൈവം തന്നേക്കുന്നതാണോ? ലോകത്തെ ഉണ്ടാക്കിയ ദൈവം. അപ്പൊ അത് ഉപയോഗിക്കേണ്ട ജോലി ആരുടേതാ? നമ്മുടെ. അപ്പൊ ഐബ്രദറിന് വിരോധമായി നിൽക്കുന്ന അന്ധകാര ശക്തിയോട് മാറി ഇങ്ങോട്ട് എന്റെ മകളെ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറയേണ്ട ജോലി ആരുടേതാ? എന്റേതാ. എനിക്ക് വേണ്ടി വാതിൽ തുറന്നു വരട്ടെ എന്ന് പറയേണ്ട ജോലി ആരുടേതാ? എന്റേതാ. എനിക്ക് മുമ്പായി വരുന്ന അന്ധകാര ശക്തികൾ നീങ്ങിപ്പോട്ടെ, അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറന്നു വരുമാറാകട്ടെ എന്ന് ആര് പറയണം? ഞാൻ തന്നെ പറയണം. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞോ കർത്താവിന്റെ ദാസൻ പറഞ്ഞോ? കർത്താവിന്റെ ദാസനല്ലേ പറഞ്ഞത്? അപ്പൊ ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ ഒരു നിയമം ഉണ്ടാക്കി. ഇവിടെ ക്രിസ്ത്യാനി കുറ്റി പറയാൻ പറ്റത്തില്ലെന്ന്. അതിനെ ഓവർ റൈഡ് ചെയ്യാൻ നമുക്ക് അനുവാദമുണ്ടോ ഇല്ലയോ? അതെങ്ങനെ ഉപയോഗിക്കേണ്ടത്? യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു എനിക്ക് വിരോധമായ യാതൊരു ആയുധവും വലിക്കില്ല. നിനക്ക് വിരോധമായി ഒരു പറയാനില്ല. തലേ വെച്ചോണ്ട് നിനക്ക് നടക്കുക. വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും അമ്മാമയ്ക്ക് ഇത് അറിയാമായിരുന്നോ? എന്നിട്ട് പിന്നെന്താ മുമ്പ് ഉപയോഗിക്കാതിരുന്ന? എന്താ ഉപയോഗിക്കാന്? ദൈവജനത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും ഞാൻ കുറ്റം വിധിക്കുകയാണെന്ന് അമ്മാമ എന്താ പറയാഞ്ഞത്? അതെനിക്ക് പ്രയാസം ഉണ്ടാക്കി. പറയേണ്ട ചുമതല നമുക്കുള്ളതാണോ? നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ അംബാസിഡേഴ്സ് ആണ്. നിങ്ങൾ ആരും നിസാരക്കാരല്ല. ഇതിനകത്ത് എന്നെ കേൾക്കുന്ന ഒരു മനുഷ്യരും നിസാരക്കാരല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്നതാണ് പ്രയാസം. എന്നെ പ്രയാസപ്പെടുത്തുന്നതാ. നിങ്ങൾ ആരും താഴ്ന്ന നിലവാരത്തിൽ നിൽക്കരുത്. നിങ്ങൾ കർത്താവിനോട് കൂടെ നടക്കണം, ക്രിസ്തുവിനോളമാകണം. അങ്ങനെയല്ലേ കരുത വചനം പറയുന്നത്? ആണോ? അതെ, ക്രിസ്തു എന്ന തലയോളം വളരണം. അപ്പൊ നമ്മൾ വളരണ്ടേ? നമ്മളെ പഠിപ്പിച്ചു വെച്ചിരുന്ന സിസ്റ്റങ്ങൾ ഒരുപാട് തെറ്റാണെന്നുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇല്ലയോ? മനസ്സിലായിട്ടില്ലയോ? നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. ന്യായസ്ഥാനത്തിൽ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും ആര് കുറ്റം വിധിക്കും? ഞാൻ കുറ്റം വിധിക്കാനാണ് എനിക്ക്. അത് ആരുടെ? യഹോവയുടെ ദാസന്മാരുടെ അവകാശമാണ്. അപ്പൊ നമ്മുടെ അവകാശമാണ് അവരെ കുറ്റം വിധിക്കുക എന്നുള്ളത്. ദൈവസഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും ഞങ്ങൾ കുറ്റം വിധിക്കാവുന്ന യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്ക് വിരോധമായി അവിടെ എഴുന്നേൽക്കുന്ന നാവിനെ കുറ്റം വിധിക്കുന്നു. ഒരു നാവോടെ പറയാൻ പാടില്ല. ആര് പറയണം? നമ്മൾ പറയണം. നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞു, അത് സംഭവിക്കുമെന്ന് പറയാൻ പഠിക്കണം. നിങ്ങൾ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കണം. ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഇത് ദൈവത്തിന്റെ നീതിയാണ്, അത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. അരുളപ്പാട് അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. ആമേൻ.
അപ്പം ഇന്ത്യയിലെ ദൈവസഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും ഞങ്ങൾ കുറ്റം വിധിക്കുന്നു. ആമേൻ. അപ്പോ അന്നേരമാണ് ജനമാമി എന്ന് പറയുന്നത് അത് സംഭവിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കുന്നത് 1 മിനിറ്റ് കൂടാൻ പാടില്ല. അപ്പം കൂടിയാൽ നമ്മളിൽ നിന്ന് തെറ്റുകൾ വരും. എനിക്കൊണ്ടല്ല, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരമുണ്ട്, 60 സെക്കൻഡ് ഉണ്ട്. നമ്മൾ പറയുന്ന വാക്കുകളൊന്നും വലിയ പ്രയോജനമില്ലാത്ത വാക്കുകളാണ്. അതുകൊണ്ട് നമ്മൾ വാക്കുകൾ ചുരുക്കമായി പറയുന്നത് സോളിഡ് ആയിരിക്കണം, അത് നടക്കണം. നിങ്ങൾ ചിന്തിക്കണം, ഞങ്ങൾ പറയുന്ന വാക്കുകൾ നടക്കണം, രാജാക്കന്മാർ പറഞ്ഞ വാക്കുകൾ നടക്കണം. അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ചിന്താഗതി. എന്നിട്ട് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത വിഷയം എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ദൈവവചനം മനസ്സിലാക്കി നോക്കിയെടുത്തതിന് ശേഷം ആ വചനപ്രകാരം സംഭവിക്കുമാറാകട്ടെ എന്ന് പറയണം. ഇതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. ദൈവം നമ്മുടെ കൂടെയാണ് വസിക്കുന്നത്. പറഞ്ഞാട്ടെ, എന്റെ ദൈവം എന്റെ കൂടെയാണ് വസിക്കുന്നത്. എന്റെ ദൈവം എന്റെ കൂടെ. സ്തോത്രം. എൻ്റെ കൂടെ. ആ ദൈവം നമുക്ക് വിരോധമായിട്ടാണ് നിൽക്കുന്നത്. അല്ല, അല്ല. നമുക്ക് അനുകൂലമല്ലേ? അതെ. അതെ. നമുക്ക് ദൈവം അനുകൂലമെങ്കിൽ പിന്നെ പ്രതികൂലം ആരാണെന്നേ? ആമേൻ. സ്തോത്രം. സ്തോത്രം. ആർക്ക് നിൽക്കാൻ പറ്റും ദൈവം അനുകൂലമെങ്കിൽ? ആമേൻ. സ്തോത്രം. നിങ്ങളൊരു പ്രത്യേക കാര്യം അന്വേഷിച്ചുകൊണ്ട്, ഈ പൗലോസിന് റോമിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എവിടെ പോകണം? റോമിൽ. പക്ഷെ റോമിൽ പോകാൻ ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷെ ജയിൽ വഴിയാണ് ഇപ്പൊ പോകുന്നത്, ഫ്രീ ആയിട്ടാണ് ഇപ്പൊ പോകുന്നത്. ആണോ? പൈസ ചെലവാക്കിയാൽ നോക്കുന്നത്? അല്ല, അവര് കൊണ്ടുപോവാ. പോകണമെന്ന് ആഗ്രഹമുള്ളവനെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും കൊണ്ടുപോകും. അപ്പൊ കൊണ്ടുപോകുന്ന വഴിക്ക് പിശാച് റോമിൽ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം പരിപാടി ചെയ്തു? വല്ലതും നടന്നോ? ഒന്നും നടന്നില്ല. അതിനെയൊക്കെ ചെയ്യിച്ചു. വഴി വെച്ച് അതിനെക്കാട്ടി വലിയ സംഭവങ്ങൾ നടത്തിയാണ് ആരെ കൊണ്ടുപോയത്? ദൈവം കൊണ്ടുപോയത്. അപ്പൊ ദൈവം നീ പറഞ്ഞ ഒരു കാര്യം സാധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രതികൂലം ഉണ്ടായാലും ആ പ്രതികൂലത്തെ അതിജീവിച്ച് നിന്നെ അവിടെ എത്തിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റും. ഏതെല്ലാം പ്രതികൂലങ്ങൾ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്നെ അവിടെ കൊണ്ട് എത്തിക്കുന്ന കർത്താവാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്നേ. ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തോ ചെയ്തില്ലയോ? ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്ത ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഓടി നടക്കുകയാണ് ശൗൽ രാജാവ്. ആണോ അല്ലയോ? എന്നിട്ട് എന്തെല്ലാം പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയിടത്തെല്ലാം ദാവീദ് ശൗലിനെ ഉപദ്രവിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് പോലും ഉപദ്രവിക്കാതെ ദൈവം ദാവീദിനെ രാജാവാക്കിയില്ലയോ? അപ്പം ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അവിടെ കൊണ്ട് എത്തിക്കുന്ന ജോലി ആരുടേതാണ്? He is the starter and the finisher of our faith. അവൻ നമ്മളെ തുടങ്ങി വെച്ചവൻ അവസാനത്തോളം നടത്തുവാൻ ശക്തനാണെന്ന് മനസ്സിൽ പറഞ്ഞാൽ പറ്റത്തില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടണം. ഞാൻ ആരാണ്? നിങ്ങൾ എഴുതി അങ്ങ് വെക്കണം. നിങ്ങൾ ആരാണോ? നിങ്ങളിൽ വസിക്കുന്നവൻ ആരാണ്? നിങ്ങൾ അത് ഡെയിലി നിങ്ങൾ ഉരുവിടണം. രാവിലെയും വൈകിട്ടും നിങ്ങൾ പറയണം, കർത്താവ് എൻ്റെ നെഞ്ചത്ത് കരം വെച്ചിട്ട്, കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. സർവശക്തനായ ദൈവമാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. ആ സർവശക്തനാൽ ഞാൻ എന്റെ മുന്നേ നിൽക്കുന്ന മതിലിനെ, പ്രയാസത്തെ, പ്രതികൂലത്തെ അതികടക്കും. ഞാൻ അതിനെ ചാടിക്കടക്കും. അതിനെ ഞാൻ ജയിച്ചിരിക്കും. ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിങ്ങൾ അതിനെ പറയാൻ പഠിക്കണം. നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. നമുക്ക് നോക്കാം. ഈ ഉൽപ്പത്തി പുസ്തകമല്ല, സങ്കീർത്തനം 78-ാം സങ്കീർത്തനം എന്നെടുത്താട്ടെ. 78-ാം സങ്കീർത്തനത്തിന്റെ 18 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. ദൈവത്തിന് വിരോധമായി ഒന്നുകൂടെ വായിച്ച വാക്യം.
തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. നമ്മളോ ഓരോന്ന് ചോദിക്കുന്നതിനെ എന്തോ പകർത്താ പറയേണ്ടത്? നമ്മൾ ഓരോന്ന് ചോദിക്കാറുണ്ടോ? അതിനെ ചോദിച്ചത് പരീക്ഷയാണെന്നല്ല ബൈബിൾ പറയുന്നതാണോ? ചോദിച്ചുകൊണ്ട് ദൈവത്തെ പരീക്ഷിച്ചു. പിന്നെ അടുത്തത് ദൈവത്തിന് അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. ആ മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? ദൈവത്തിന് വിരോധമായി സംസാരിക്കാറുണ്ടോ? ഇന്നും ഒരു സഹോദരിയുടെ സാക്ഷ്യം ഞാൻ കേട്ടു. ഇന്നും ഒരു സാക്ഷ്യം കേട്ടു. കർത്താവ് എന്നെ ഈ ലോകത്തിലൂടെ നടത്തുക. ആരാ നടത്തിയത്? ദൈവം വെളിച്ചമാണോ അതോ ഇരുട്ടാണോ? പറഞ്ഞേ. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇരുട്ട് വരണം, നിങ്ങൾ എന്തോ ചെയ്യണം? നമ്മളതിനെ വിളിച്ചു കയറ്റും. നിങ്ങൾ കഥ അടച്ചെങ്കിലേ ഇരുട്ടാകത്തുള്ളൂ. അപ്പൊ ഇരുട്ട് വരുത്തിയതാരാ? എന്നിട്ട് ഇരുട്ട് വരുത്തിയിട്ട് കർത്താവെ ഇരുട്ട് തന്നത് നീ ആണെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അതിന് മറുപടി എന്താ പറയേണ്ടത്? കർത്താവ് ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക സഹോദരങ്ങളെ. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നത്. അടുത്ത വാക്യം വായിച്ചോ. അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം. എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? ആണ് നടക്കുന്നത്. പാറ അടിച്ചു, ശരി, സംഗതിയോ വെള്ളം തിന്നു. ഞങ്ങൾക്ക് വലിയ അത്ഭുതങ്ങളൊക്കെ നടത്തി ഞങ്ങളെ ഇവിടം വരെ കൊണ്ടുവന്നു, അമേരിക്ക വരെ കൊണ്ടുവന്നു, കാനഡ വരെ കൊണ്ടുവന്നു. ജോലി തരാൻ പറ്റുമോ? ഇന്ന് ഒരു സ്ത്രീയുടെ ന്യൂസ് കേൾക്കാൻ, ന്യൂസാണെന്നോ എന്തോ ആണെന്നോ ആർക്കറിയാൻ പറ്റില്ല. കാനഡയിൽ നടക്കുന്ന ഡിവോഴ്സിനെ പറ്റി, മലയാളികളുടെ ഇടയിൽ നടക്കുന്ന ഡിവോഴ്സിനെ പറ്റി. ഇത് ഈ I2I ന്യൂസിലൊക്കെ വന്ന ന്യൂസുകളൊക്കെയാണ് പുള്ളിക്കാരത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പല കാര്യങ്ങൾ. ഒരുപാട് പേരുടെ ഡിവോഴ്സ് മലയാളികളുടെ ഇടയിൽ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന കേരളത്തിൽ മലയാളികളുടെ ഇടയിലാണോ അല്ലയോ? എന്താ കാര്യം? മലയാളി ക്രിസ്ത്യൻസ്. മലയാളി ക്രിസ്ത്യൻ ബന്ധുക്കോസുകാർ. എന്താ കാര്യം? പറഞ്ഞേ. പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടാണോ? കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, അവർക്കറിയാവുന്ന ഒരു കുടുംബം വളരെ പ്രാർത്ഥിക്കുന്നതും വളരെ പ്രാർത്ഥനയും ഉപവാസവും പ്രാർത്ഥനയും മാത്രമേ ഉള്ള ഒരു വീട്ടിലെ ഒരു പെൺകൊച്ചിനെ അതിനെക്കാട്ടി വലിയ പ്രാർത്ഥനയും ഉപവാസമുള്ള വേറൊരു കുടുംബത്തിലെ ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ഈ ബന്ധുക്കാർ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ സംസാരിക്കാൻ പോലും നേരമില്ല, പ്രാർത്ഥനയോടെ പ്രാർത്ഥനയാണ്. പക്ഷേ ഇവർ കല്യാണം കഴിച്ച് 1 വർഷം അതിന് മുന്നേ ഇവർ ഡിവോഴ്സിനെ പോയി കിടക്കുകയാണ്. പെണ്ണിന് ചെറുക്കനെ വേണ്ട, ചെറുക്കൻ പെണ്ണിട്ടേച്ച് കൂടി പോകും. എന്താ കാര്യം? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വല്ല പ്രയോജനവും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് നല്ലോണം അറിയാം. ആർക്കറിയാം? പ്രാർത്ഥിക്കുന്നതല്ലാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടൊന്നും നടക്കുന്നില്ല എന്നുള്ളവർ ആർക്കറിയാം? ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാ? പറഞ്ഞേ ജെയിംസ് പാസ്റ്ററെ, ആർക്കാ അറിയാവുന്ന ഏറ്റവും കൂടുതൽ ഒന്നും നടക്കില്ല? പിള്ളേർക്ക് അറിയാവുന്ന. ഞാൻ ഇന്നാളില് ഒരാളെ തിരക്കി, ഒരു പാസ്റ്ററെ തിരക്കി പുള്ളിയുടെ വീട്ടിലോട്ട് ചെന്നു. തന്നെ അമ്മാമ്മ വന്ന് കഥ പറഞ്ഞേ. അമ്മാമ്മയോട് ചോദിച്ചു, പാസ്റ്റർ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അവിടെ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പുള്ളി എന്താ ചെയ്തോണ്ടിരിക്കുക? ആ പ്രാർത്ഥനയ്ക്ക് വല്ല വാല്യൂ ഉണ്ടോ? പറഞ്ഞേ. ഇല്ല, അവിടെ കണ്ടിരുന്ന പ്രാർത്ഥിക്കുക, അവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. മക്കളെ, ഈ വീട്ടിലുള്ളവർക്ക് അറിയാം ഈ ആചാര്യ പ്രാർത്ഥനയുടെ എന്തുണ്ട്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രയോജനം ഉണ്ടാകണോ വേണ്ടയോ? വേണം. അതുണ്ടാകാനുള്ള വഴികളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, നിങ്ങൾ ആരാണ്, നിങ്ങളിൽ വസിക്കുന്നവൻ ആരാണ്. നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കും. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ആരുടെ കയ്യിലായിരിക്കുന്നത്? നിങ്ങളുടെ നാവിനെ ഒരു മൂർച്ചയുള്ള വാളാക്കി എന്തായി വെച്ചിരിക്കാണ്. ഒന്ന് വായിച്ചേ, അതുകൂടെ ഒന്ന് വായിച്ചേ. യെശയ്യാപ്രവചനം 49 2-ാമത്തെ വാക്യം.
അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി ആ. തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. ആ. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ ഭൂമിയിൽ മറച്ചു വെച്ചു. അപ്പം ഈ മൂർച്ചയുള്ള വാളാക്കി ആ വാള് കത്തിയെടുത്ത് ഉപയോഗിക്കേണ്ട ജോലി ആരുടേതാ? നമ്മുടേതാ. നല്ല വാളം കയ്യിലുണ്ട്, പക്ഷെ ഉപയോഗിക്കുന്നത് പ്രയോജനമില്ലാത്ത വെട്ടുവെട്ടിക്കൊണ്ടിരിക്കുക. ഞാന് പണ്ട് ഈ ചൈനീസ് കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ്, ഷേവ് ചെയ്യാൻ പറ്റും, ഭയങ്കര വലിപ്പമുള്ളതാണ്. ഞാൻ നാട്ടിൽ വരുമ്പോഴെല്ലാം ഒരു കത്തി കൊണ്ടുവരും വീട്ടില്. ഈ കൊണ്ടുവന്ന കത്തി എല്ലാം എൽസമാമ അതൊക്കെ കത്തി എന്താ ചെയ്യുമായിരുന്നു ഇവര്? തേങ്ങ വെട്ടാനും അതിന് ഇതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും നല്ലതിന് ഉപയോഗിച്ചിട്ടുണ്ടോ? ഷേവ് ചെയ്യാൻ പറ്റും ആ കത്തി കൊണ്ട്, ഭയങ്കര മൂർച്ചയാ. അതുകൊണ്ട് കമ്പ് മുറിക്കാനും തേങ്ങ വെട്ടാനും ഉപയോഗിക്കുന്നത്. ഇറച്ചി വെട്ടും. പച്ചക്കറി വെട്ട. മക്കളെ, ഈ നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ അതിനെ ഒന്ന് ഉപയോഗിക്കുക. നിങ്ങൾ മിനുസമുള്ള വാളാണ്, മൂർച്ചയേറിയ വാളാണ്. പറഞ്ഞാട്ടെ, എന്റെ നാവ് മൂർച്ചയേറിയ വാളാണ്. എന്റെ നാവ് മൂർച്ചയേറിയ വാളാണ്. മൂർച്ചയേറിയ വെട്ടിയാൽ വെട്ട് കൊള്ളുന്നതാ. അപ്പൊ ശത്രുവിനെ വെട്ടിയാൽ വെട്ട് കൊള്ളുക കൊള്ളതില്ലയോ? ശത്രു തകരുമെന്നേ. നേരെയാകേണ്ട നേരെയായി വരും. എന്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി, എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന സമയത്ത് വിവാഹം കഴിക്കട്ടെ, അവരുടെ വിവാഹം നടക്കട്ടെ, അവർക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ ഞാൻ ശാസിക്കുന്നു, ഇന്നപ്പോ സംഭവിക്കട്ടെ എന്ന് പറയേണ്ട ജോലി ആരുടേതാ? നമ്മുടേതാ. അമ്മാമ്മയോട് ഞാൻ പറയട്ടെ, രാജമ്പ്രാനോട് ചോദിച്ചാല്, രാജമ്പ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്യുശമ്മനോട് ചോദിച്ചാല് പുള്ളി പറയും, ഞങ്ങൾ അവിടെ ഈ ഇപ്പം ഇവിടെ എന്താണ് കരോട്ടിലുള്ള റേച്ചൽ എന്ന് പറഞ്ഞ ഒരു അമ്മാമ്മയുണ്ട്. ഈ അമ്മാമ്മയുടെ ഹസ്ബൻഡ് യാക്കോബക്കാരനായിരുന്നു. അപ്പൊ ഈ റേച്ചൽ സഹോദരി, റേച്ചലിനെ അമ്മാമ്മ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞു, അറിയാമോ, ഓർക്കുന്നുണ്ടോ? റേച്ചലിനെ ഓർക്കുന്നുണ്ടോ? ഇല്ല, റേച്ചലിനെ ഓർക്കുന്നില്ല. അപ്പം ഈ പുള്ളിക്കാരത്തി, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് വരണം, ഒന്ന് വീട്ടിലോട്ട് വരണം, എന്റെ മോൻ വിവാഹം നടക്കുന്നവരെ പ്രാർത്ഥിക്കണം. 35 വയസ്സുണ്ട്, അവനെ ഒന്ന് പ്രാർത്ഥിക്കണം. അറിയാം. റേച്ചൽ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചെന്നു, എന്നെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അച്ഛനെ എനിക്ക് പണ്ടുപോലെ അറിയാവുന്ന അച്ഛൻ യാക്കോബക്കാരന്. അപ്പൊ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്തോ ഉണ്ട് വിശേഷം? ഇന്നെന്താ രണ്ടുപേരും കൂടെ വന്നേക്കുന്നത്, എന്താ പരിപാടി എന്താ? ഞാൻ പറഞ്ഞു, അമ്മാമ്മ പറഞ്ഞു അച്ഛൻ്റെ മോന്റെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. ഓ, അവനൊന്ന് കല്യാണം, അവന് കല്യാണം ആര് പറഞ്ഞു? ഇവിടെ മുടക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു, അമ്മാമ്മ അച്ഛന് കൊച്ചൻ കല്യാണം കഴിക്കണമെന്ന് ഒരാഗ്രഹമില്ല, പിന്നെ അച്ഛന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ലെന്നുണ്ട്, പിന്നെ എനിക്കാണ് ഇത്ര അത്യാവശ്യം, ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. എന്നാലും പറയാം, അച്ഛൻ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞത്? എനിക്ക് അവൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇതുവരെ അവൻ കല്യാണം കഴിച്ചിട്ടില്ല, അതാ പ്രശ്നം. ഞാൻ പറഞ്ഞ, അച്ഛൻ അവന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്ന് കല്യാണം കഴിക്കണം? ഡിസംബറിൽ കല്യാണം കഴിക്കും. ഞാൻ പറഞ്ഞു, അച്ഛാ ഡിസംബറിൽ എന്നാ? ഡിസംബർ 18-ാം തീയതി. അച്ഛൻ ഉമ്മാരുടെ ഡേറ്റാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ, അച്ഛാ അതെങ്ങനെ നടക്കാൻ പോകുന്നത്? ഒന്നാമത് തന്നെ യാക്കോബക്കാർക്ക് ഡിസംബർ 25-18 എന്ന് പറയുന്നത് നൊയമ്പിന്റെ കാലം, അന്ന് കല്യാണവും നടക്കത്തൊന്നുമില്ല. അത് സാരമില്ല, ഞാൻ തിരുമേനിയുടെ അനുവാദം വാങ്ങിച്ചോളാം, ഡിസംബർ 18-ാം തീയതി കല്യാണം നടക്കും, എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 4 പേരും കൂടി ഇരുന്നു, അല്പനേരം പറഞ്ഞിട്ട് ശേഷം പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. ആ ഡിസംബർ പറഞ്ഞ അതേ 25-ാം തീയതി 18-ാം തീയതി തന്നെ കല്യാണം നടന്നു. ഞങ്ങളെ 2 പേരെ ക്ഷണിച്ച്, എനിക്ക് പോകാൻ പറ്റിയില്ല, രാജമ്പ്രദർ പോയില്ലോ എന്ന് എനിക്ക് അറിയത്തുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറയാനായിട്ട് വേണ്ടി, നിങ്ങൾ അതിനിടയ്ക്ക് പിന്നെ അവിശ്വാസം എന്ത് പറയരുത്. നിന്നെ നാട്ടുകാരോട് പ്രാർത്ഥിക്കാനും എന്ത് ചെയ്യരുത്, പറയരുത്. ഓ എന്റെ മോനെ കല്യാണത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ മിണ്ടിപ്പോയേക്കരുത്. നാട്ടുകാർ മുഴുവൻ പ്രാർത്ഥിച്ച് കുളമാക്കി കൈത്തരും. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം
വിശ്വസിക്കണം. ഞാൻ എന്നെ വിശ്വസിക്കുന്നു. നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റാത്ത എന്നാന്നറിയാം, നമ്മൾ പറഞ്ഞ കാര്യം പലപ്പോഴും ചെയ്യാറില്ല. അതാണ് നമ്മുടെ കുഴപ്പം. അതെ. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം പറഞ്ഞ സമയത്ത് ചെയ്യാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെയുള്ളവര് പ്രാർത്ഥിച്ചാലും നടക്കുന്നില്ല. ദൈവത്തിന് നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിശ്വസിക്കാനും പറ്റത്തില്ല. വിശ്വസിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് അങ്ങനെ വിശ്വസിക്കാം. ഇപ്പൊ ഞാൻ ജെയിംസ് ബ്രദറിനോട് പറഞ്ഞു, ഞാൻ ഇന്നപ്പോ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അയ്യോ 2 ദിവസം കഴിഞ്ഞ് പാസ് പറഞ്ഞല്ലായിരുന്നു അന്ന് ചെയ്യാമെന്ന്. ഞാനത് മറന്നുപോയി ജെയിംസ് പാസ്റ്ററെ. എന്നാ പിന്നെ അടുത്ത ദിവസമായിട്ട് പറഞ്ഞു വെച്ചു. അടുത്ത ദിവസവും ഞാൻ എന്ത് ചെയ്തു, മറന്നല്ല, അറിഞ്ഞുകൊണ്ടങ്ങ് മറന്നില്ല. 3-ാമത്തെ പ്രാവശ്യം എന്നോട് പറയുമോ? ഇല്ല. പിന്നെ അടുത്ത ദിവസം വേറെ ആൾ തോമസ് ബ്രദർ ചോദിച്ചു, ജെയിംസ് ബ്രദറെ അന്ന് മോഹൻ പാസ് പറഞ്ഞിട്ട് എന്തായി? ആ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളത്തെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയും. പറയത്തില്ലയോ? തീർച്ചയായിട്ടും പറയുമ്പോ പറയത്തില്ലയോ? പറയും. പിന്നെ ആ മനുഷ്യനെ പിന്നെ ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളാം? നമ്മുടെ പ്രശ്നം ഇവിടെ കിടക്കുന്നത്, നമ്മളെ തന്നെ വിശ്വസിക്കണം. നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. എനിക്കൊരു കാര്യമുണ്ട്, പറഞ്ഞതുപോലെ ചെയ്തില്ലേ എനിക്ക് വലിയ പ്രയാസമാണ്. ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അങ്ങനെ. അത് കാരണം കർത്താവ് ഞാൻ എവിടെയെങ്കിലും ചെല്ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ചെന്നില്ല, ചെല്ലേണ്ടത് ഉണ്ടെന്നുണ്ടെങ്കിൽ കർത്താവ്, സമയമില്ലെങ്കിലും കർത്താവ് എന്നെ അവിടെ കൊണ്ട് എത്തിച്ചിരിക്കും എങ്ങനെയും. എന്താ കാര്യം എന്നറിയോ? ഞാൻ സമയത്തെ പാലിക്കുന്നവനാണ് എന്ന് ദൈവത്തിന് നല്ലോണം അറിയാം. നമ്മളെ തന്നെ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് നിങ്ങൾ പറയണം. അടുത്ത വാക്യം വായിച്ചാട്ടെ. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും, അടുത്ത വാക്യം അതിന്റെ 21-ാമത്തെ വാക്യം, ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു, യാക്കോബിന്റെ നേരെ തീ ജ്വലിച്ചു. എന്തുകൊണ്ടായിരുന്നു തീ ജ്വലിക്കാനുള്ള കാരണം? അവര് ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. അടുത്ത വാക്യം, ഇസ്രയേലിന്റെ നേരെ കോപവും പൊങ്ങി. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യാകയാൽ തന്നെ. ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യായകയാൽ തന്നെ. അപ്പം ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നടക്കത്തുള്ളൂ. എൻ്റെ കൂടെ ദൈവമുണ്ടെന്നും എന്നിൽ വസിക്കുന്നവനാണ്, അതുകൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടത്തില്ല. ഇത് നിങ്ങൾ വിശ്വസിക്കണം. നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യരുത്, അൺബിലീവബിൾ പവർ ഉള്ള ഒരു ദൈവമാണ് നമ്മുടെ നമ്മളോട് കൂടെ ഉള്ളത്. ആണോ പറ്റിയോ? അമാനുഷിക ശക്തി ഉള്ള ഒരു ദൈവമാണോ നമ്മളിലുള്ളത്? ആണോ? അതെയോ? ആ അമാനുഷിക ശക്തി ആരുടെ കയ്യിലുണ്ട്? പറഞ്ഞേ, അമാനുഷിക ശക്തിയുള്ള ദൈവമാണ് എന്നിൽ വസിക്കുന്നത്. അപ്പൊ അമാനുഷിക ശക്തി ആരുടെ കയ്യിലുണ്ട്? പറഞ്ഞേ, അമാനുഷിക ശക്തി എന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുകയാണ്. ശക്തി ദൈവം എന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. അതെന്നെ പറയുന്നതാണ് സൂപ്പർ നാച്ചുറൽ പവർ. സൂപ്പർ നാച്ചുറൽ പവർ ആണ് നമുക്കുള്ളത്. അത് യൂട്ടിലൈസ് ചെയ്യണോ വേണ്ടയോ? ഞാന് കഴിഞ്ഞ ദിവസം ഈ പണത്തെ പറ്റി പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ആഴ്ചയില് അമ്മാമയില്ലായിരുന്നു. പണത്തെ ഓർമ്മയുണ്ടോ? മറിയാമ്മ സിസ്റ്റർ ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പൊ ജെയിംസ് ബാറിന് ഓർമ്മയുണ്ടോ പണത്തെ പറ്റി പറഞ്ഞു? ഇല്ല. കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല. പണത്തെ പറ്റി പറഞ്ഞോ? ഞാൻ ഒത്തിരി പണം കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല. ഇല്ല, പറഞ്ഞില്ല. ഞാൻ കേട്ടില്ല. ഇല്ല, വേറെ എങ്ങോ പറഞ്ഞു. വേറെ മറ്റു വല്ല പ്രളയിലും ആയിരിക്കും. സാരമില്ല, പോട്ടൊന്നും പറഞ്ഞു. സാരമില്ല, പറഞ്ഞു.
നിങ്ങളവിടെ തെറ്റുപറ്റാണ് ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും പൈസ ചോദിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ 10ന്റെ പൈസ കൊടുക്കരുത്. ഉള്ള കാര്യം അമേരിക്കക്കാരോട് പറയാം. അത് പറഞ്ഞായിരുന്നു അത് ആ പറഞ്ഞായിരുന്നു പറഞ്ഞു അത് പറഞ്ഞു തന്നെ പറഞ്ഞു. അത് പറഞ്ഞു. അത് പറഞ്ഞായിരുന്നു ആ ഓക്കെ ഞാൻ അത് ഒരു പറഞ്ഞു. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു പറഞ്ഞില്ലയോ? ആ ഈ ഒരു ഉദാഹരണം ഇന്ന് എനിക്കുണ്ടായ ഒരു സംഭവം എനിക്ക് വിഷമിപ്പിച്ച ഒരു കാര്യം ഇപ്പൊ പറയാൻ പോകുന്നത്. ഒരു മനുഷ്യന് വേറെ ഒരു ഞാൻ പ്രസംഗിക്കുന്ന ലൈനില് സാജു ബ്രദർ ഒരു 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 സേതു എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററിന് വേണ്ടി വീഡിയോ ഉണ്ടാക്കി വീഡിയോ ഇട്ടു. എനിക്ക് ആ വീഡിയോ വന്നു. ഞാൻ ആ വീഡിയോ എനിക്ക് പരിചയമുള്ള 1-2 പേർക്ക് അയച്ചു കൊടുത്തു. അപ്പം ഞാൻ അയച്ചു കൊടുത്തതിൻ്റെ പേരിൽ ആ പുള്ളി ഇച്ചിരി പൈസ ഈ സേതുവിന് അയച്ചു കൊടുത്തു. ആ പുള്ളിക്ക് അത് കിട്ടിയ പാടെ പൈസ ചോദ്യോടെ ബഹളമാണ്, ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു ഞാൻ പൈസ അയച്ചു കൊടുത്തതിന്റെ പേര് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരാളെ എന്തെങ്കിലും ഒന്ന് സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവമാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിലല്ല അവർ ആശ്രയിക്കുന്നത്. ആരിലല്ല ആശ്രയിക്കുന്നത്? ദൈവത്തിലല്ല. ഒന്നുകൂടെ വായിച്ച വാക്യം വായിച്ചാട്ടോ. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും ആ അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യാകിയാൽ തന്നെ. അപ്പൊ നിന്റെ വിഷയങ്ങളെല്ലാം നാട്ടുകാരോട് വിളിച്ചു പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല. ഒരാൾ ഒരു ഉപകാരം ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ ആളെ ഉപദ്രവിക്കണോ? ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അന്നേരം ഒരാൾ കഴിഞ്ഞ ദിവസം പൊന്നമാമ എന്നോട് പറഞ്ഞു, അത് അമേരിക്കക്കാർ നിങ്ങൾ അതിനെല്ലാം വഴി വെച്ചു കൊടുക്കുന്നത്. ശരിയാ, തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബിനോയ് പാസലിലൂടെ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാറുള്ളൂ, വേറെ ഒരു മനുഷ്യനിലൂടെ ചെയ്യാറില്ല. ഇന്ന നാഴി അവർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനിൽ ആശ്രയിക്കുന്നില്ലാത്തവരാണ് ഏറ്റവും കൂടുതലുള്ളത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ദൈവത്തിൽ ആശ്രയിക്കണം. അടുത്ത വാക്യം വായിച്ചാട്ടെ. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗ്ഗധാന്യം അവർക്ക് കൊടുത്തു. അവർ ശക്തിമാന്മാരുടെ ആഹാരം കഴിച്ചു, ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവൻ അവർക്ക് തൃപ്തിയാവുമ്പോൾ ആഹാരം അയച്ചു. ആ ആഹാരം കിട്ടിയിട്ട് അവർ ആഹാരത്തെ പറ്റി കുറ്റം പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അതെ, ആദ്യം തേൻ കൂട്ടിയ ദിവസം എന്ന് പറഞ്ഞു. പിന്നെ നിസാരം എന്ന് പറഞ്ഞു. അപ്പം ദൈവം കൊടുത്ത ശക്തിമാന്മാരുടെ ആഹാരം കൊടുത്തിട്ടും അവർ കുറ്റം പറഞ്ഞു. സ്വഭാവമാണ്, മാനുഷിക സ്വഭാവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ വാക്കുകളെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അടുത്ത വാക്യം. അവരുടെ പാളയത്തിലും ചുറ്റിലും അവയെ പൊഴിച്ചു, അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു. ആഗ്രഹിച്ചത് അവർക്ക് തിന്മാൻ കൊടുത്തു, അവരുടെ കൊതിക്ക് മതി വന്നില്ല. ഭക്ഷണം അവരുടെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. അവരുടെ അതിപുഷ്ടന്മാർ ചിലരെ കൊന്നു, ഇസ്രായേൽ യൗവനക്കാരെ സംഹരിച്ചു കളഞ്ഞു. ഇതെല്ലാമായിട്ടും പിന്നെയും പാപം ചെയ്തു. അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതില്ല. നിങ്ങൾ നോക്ക, ഇത്രയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ഈ ചെങ്കടലിനെ വിഭാഗിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന് ഇവിടെ ആഹാരം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിതൂണായി ഇവരുടെ നടുവിൽ നിന്നു. ഇവർക്കൊരു ഉഷ്ണക്കാറ്റോ മണൽക്കാറ്റോ ഇല്ലാതെ ഇവരെ പരിപാലിച്ചു കൊണ്ട് നടക്കുമ്പോഴും ഇവരെന്തോമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? കംപ്ലൈന്റ്, ദാരിദ്ര്യം പറച്ചിൽ. അത് തന്നെയാണ് നമ്മുടെ ഇടയിലും ഉള്ളത്. അത് സ്റ്റോപ്പ് ചെയ്താലേ നമുക്ക് നന്നായി വരത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർക്ക് കൊടുത്ത അതേ വചനമാണോ നമുക്ക് തന്നിരിക്കുന്നത്, അതോ കൂടുതലാണോ തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് മോശയ്ക്ക് കൊടുത്തതുപോലെയാണോ, അത് അതിന്റെ കൂടുതലാണോ കുറവാണോ വന്നിരിക്കുന്നത്? കൂടുതൽ വചനങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞേ.
മോശയ്ക്ക് കൊടുത്ത അതേ അളവിലാണോ അതിന്റെ മേളിലാണോ തന്നേക്കുന്നത്? അതിന്റെ മേളിൽ. അതിൽ മേളില്. എന്നിട്ട് നമ്മൾ ആരെ പോലെ ജീവിക്കുന്നത്? ആരെ പോലെ ഇടപെടുന്നത്? മോശ യാചകരെ പ്രശ്നങ്ങളെ പോലെ മുഴുവൻ ജീവിക്കുന്നു. മോശയാണ് കൈകാര്യം ചെയ്തത്. ഒരു വാക്യം വായിച്ചാട്ട് മോശയോട് ദൈവം പറയുന്നത്, മോശയോട് പറയുന്നത് 3-ാം അധ്യായത്താണ്, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. Pastor, a quick question. What was the reference in Isaiah 40? 49:2. Thank you. Thank you. മോശയോട് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ അതെവിടെയാ മാമ ആ വാക്യം? ഫറവോന് ഞാൻ നിന്നെ ദൈവമാക്കിയിരിക്കുന്നുള്ള വാക്യം 4-ാം അധ്യായത്തിലാണോ? ഇത് വായിച്ചാട്ടെ. 4-ാം അധ്യായത്തിന്റെ 15. നീ അവനോട് 12 മുതൽ വായിച്ചു. ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരുമെന്ന് അരുളി ചെയ്തു. എന്നാൽ അവൻ, കർത്താവെ, നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവന് അരുളി ചെയ്ത, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലോ, അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവൻ്റെ വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും. നീ അവന് ദൈവവുമായിരിക്കും. ദൈവത്തിന് പകരവുമായിരിക്കും. പിന്നെ ഫറവോന് ഞാൻ നിന്നെ ദൈവമാക്കിയിരിക്കുന്നത് എവിടെയുണ്ട്? വാക്യം എവിടെ ഇരിക്കുന്നത്? അവിടെ കണ്ടുണ്ട് അല്ലേ? ഓക്കെ. ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കും. ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കും, നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും, അവൻ നിങ്ങൾക്ക് പറയേണ്ടതെല്ലാം ഉപദേശിച്ചു തരുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? പറഞ്ഞിട്ടുണ്ടാകുമോ? ഉണ്ടെന്നോ? എന്നിട്ട് ആരാ ഉപയോഗിക്കേണ്ടത്? നമ്മളാ ഉപയോഗിക്കട്ടെ. മോശയുടെ കാട്ടിൽ നിസ്സാരക്കാരാണോ അതോ കൂടിയ ആൾക്കാരാണോ നമ്മള്? പറഞ്ഞേ കൂടിയാണോ കുറഞ്ഞതാണോ? എന്നിട്ട് നമ്മൾ ആരെ പോലെ സംസാരിക്കുന്നത്? കർത്താവേ, 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ മോശയോട് അരുളി ചെയ്ത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. താങ്ക് യു. ഞാൻ ഫറവോന് നിന്നെ ദൈവമാക്കിയിരിക്കുന്നു. 7-ന്റെ 1, പുറപ്പാട് 7-ന്റെ 1. അതെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അപ്പം നമ്മളെ ഈ ലോകത്തെ ദൈവങ്ങളുടെ ദൈവമാക്കിയിട്ടാണോ നമ്മളെ ആക്കിയിരിക്കാണ്ടോ? അന്നോ അല്ലയോ? അതെ. അപ്പൊ നമ്മള് ജയിക്കണോ വേണ്ടയോ? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളെല്ലാം ശക്തരായി തീരണം. നിങ്ങളെല്ലാം ആരായി തീരണം? ദൈവമക്കളെ, നിങ്ങൾ നിസാരക്കാരല്ല. നിങ്ങൾ ആരല്ല? നിസാരക്കാരല്ല. നിങ്ങൾ വലിയ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. ഉന്നതമായ ശുശ്രൂഷയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ പേരായിട്ട് ഞാൻ പറയാണ്, നിങ്ങളെ ഉന്നതമായ ശുശ്രൂഷയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ പറയുന്നത് സംഭവിക്കും. നിങ്ങൾ ആരും നിസാരക്കാരല്ല. ദൈവത്തിന്റെ വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എവിടെയാ ഇരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചതിന് ശേഷം നിർത്താനായിട്ട് പോകണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. നിങ്ങൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായം തുടരെ അങ്ങ് പഠിക്കണം.
പഠിച്ചു കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകും. 17-ാമത്തെ വാക്യം മുതൽ നമ്മളോട് പറയുന്നത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? നമ്മളെ വിളിയാനുള്ള ആശ ഇന്നതെന്നും നമ്മളിൽ വായിരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവൻ ആ മരിച്ചവരെ ഉയർപ്പിച്ചവന്റെ ശക്തി 19-20 മുതലൊന്ന് വായിച്ചാണ്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെക്കുകയും അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മളെവിടെ ഇരിക്കുന്നത്? The heavenly places. നമ്മളെവിടെ ഇരിക്കുന്നത്? The heavenly places. Where? ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ശക്തിക്കും സകല നാമത്തിനും അത്യന്തം മീതെ ഇരിക്കുന്നവരാണ് നിങ്ങൾ. അവനെ തലയാക്കി സകലതും അവന്റെ കാൽ കീഴാക്കി. അപ്പൊ ആടെ കാൽ കീഴില ഇത് മുഴുവനും ഇരിക്കുന്നത്. അധികാരവും പദവിയും എല്ലാം പറഞ്ഞേ. നമ്മുടെ ഒന്നുകൂടെ ഒന്ന് വായിര്, പിന്നെ നോക്കിയിരിക്കാതെ. He put all things under his feet. തന്റെ വലത്തുഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും. അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ച കർത്താനാസി, അത് എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഇംഗ്ലീഷ് വായിച്ചേ. Verse 19. 21 verse. Okay. 19 മുതലാ ഇരിക്കുന്ന ഭാഗം. Achieve What is the surprise to the surpassing greatness of his power towards who believe? Though these are in accordance with the working of the strength of his might, which he brought about in Christ, when he raised him from the dead and seated him at his right hand and in heavenly places, far above all rule and authority, far above all rule, principality, all the rulers and principalities are. Go ahead. Power, and every name that is named, not only in this age but also in the age to come. And he has put all things subject under his feet and given him as head over all things to the church. But he is the head and we are the church. Leo? yes. Okay. And where is all the power and authorities and where is it? Under your feet. Under your feet. നിങ്ങൾ ആരാ? നിസാരക്കാരാണോ? പറഞ്ഞേ. Royalty. We are royalty. Everything under your feet. Everything under your feet. All the principalities are far above principalities and power and might and dominion and every name that named, not only in this world but also that which is to come, and hath put all things under his feet, and gave him be the head of over all things. He is the head of the department. We are the people. Amen. He is the head of the department and we are the people. We are everything under our feet, yes or not? Yes. Yes. അപ്പോൾ are you വെറും സിമ്പിൾ ആൾക്കാരാണോ? അല്ല. We are royalty. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പവറും അതോറിറ്റി ഏത് നാമത്തിനും സകല വിളിക്കപ്പെടാൻ ഇരിക്കുന്ന നാമത്തിനും മീതെയാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യണോ വേണ്ടയോ? വേണം. എഴുന്നേക്കാമോ നിങ്ങൾക്ക് സഹോദരങ്ങളെ? നിങ്ങളുടെ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ വഴക്ക് പറയുന്നതൊക്കെ നിങ്ങളോടുള്ള കെറിവ് കൊണ്ടൊന്നുമല്ല, നിങ്ങളോട് നന്നായി വരാൻ വേണ്ടിയാണ്. നിങ്ങൾ ആരാണെന്നൊന്ന് മനസ്സിലാക്കി നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഈ ലോകത്തിൽ
മലയാളിയെ പോലെ പവർഫുൾ ഉള്ള മനുഷ്യർ വേറെ ആരും കാണത്തൊന്നുമില്ല. ഭയങ്കര പവർഫുൾ മനുഷ്യരാണ് നിങ്ങളെല്ലാം. കേരളത്തിൽ മലയാളിക്ക് ജനിക്കാനിടയായതിനാ സ്തോത്രം. നിങ്ങൾ ആരും നിസാരക്കാരല്ല, ഭയങ്കര പവർഫുൾ. നമ്മളെ പോലുള്ള മനുഷ്യർ വേറെ ലോകത്തിൽ ആരും ഇല്ല. നമ്മൾ എവിടെ കൊണ്ടിട്ടാലും ജീവിക്കാൻ അറിയാവുന്നവരാണോ? ആണോ അല്ലയോ? Yes. ആണോ? ഏത് ഭാഷയും പറയാൻ അറിയാവുന്നവരാണോ അല്ലയോ? നമ്മളെ ഭാഷ മാത്രം അവന്മാർക്കാർക്കും പഠിക്കാൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും. ആമേൻ. സ്തോത്രം. സാധിക്കുന്നവരാണോ? ആണോ? ദൈവം നമ്മളെ തെരഞ്ഞെടുത്തേക്കുന്നത് നിസാരക്കാരായിട്ടാണോ? ആമേൻ. സ്തോത്രം. നിങ്ങളൊന്ന് എഴുന്നേക്കാമോ സഹോദരങ്ങളെ? നിങ്ങളൊരു പവർഫുൾ ഫോഴ്സായിട്ട് ഈ വേൾഡ് ക്രിസ്ത്യൻ പ്രയർ ലൈൻ ഒന്ന് മാറട്ടെ. യെസ്, ആമേൻ. നിങ്ങളൊരു വലിയ പവർഫുൾ ഫോഴ്സായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ടുള്ള ശക്തി നിങ്ങളിൽ കൂടി വ്യാപരിക്കും. Yes, Lord. ആ ശക്തി നിങ്ങൾ ഉപയോഗിക്കണം. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇവിടെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വേൾഡ് ക്രിസ്ത്യൻ പ്രയർ ലൈനായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി നന്ദിയോടെ സ്തോത്രം. ഒരു വലിയ പ്രവൃത്തി ഇതിന്റെ കുഞ്ഞുങ്ങളിലൂടെ നടക്കുവാൻ ഇടയായി തീരട്ടെ. Hallelujah. കർത്താവെ, ഇവരിൽ വ്യാപരിച്ചിരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പമെന്നതെന്നും ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്തെന്നും മനസ്സിലാക്കി വലിയ ദൈവപ്രവൃത്തി ഇതിന്റെ കുഞ്ഞുങ്ങളിലൂടെ വെളിപ്പെട്ട് വരുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അതിനെ അനുഗ്രഹിക്കുന്നു. ഇവരെല്ലാവരും കടന്നു വന്നവരും കടന്നു പോയവരും കർത്താവെ എല്ലാവരും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. അവരായിരിക്കുന്ന സ്ഥാനത്ത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവർത്തികളാലും ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ ഇടയായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. Amen.